യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറും. നമുക്ക് ഈ ആലയത്തിൽ ലഭിച്ചിട്ടുള്ളത് ഏകദേശ കണക്ക് പ്രകാരം 10,000-ലധികം നിയോഗങ്ങളാണ്. 10,000-ലധികം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന തരാൻ എല്ലാ ദിവസവും തിരക്കായിരുന്നു. ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ഓരോരുത്തർക്കും വേണ്ടി. ഈ പ്രാർത്ഥനയെ നിങ്ങൾ അത്രയും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും കണ്ടല്ലോ, അതുതന്നെ ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, നിയോഗം ഇവിടെ കിട്ടിയവർ, നിയോഗം ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, യേശുവേ, അങ്ങേ തിരുരക്തത്താൽ അവരെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ തന്നെ അവരെ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. നന്നായി പഠിക്കാൻ, നല്ല സ്വഭാവത്തോടെ വളരാൻ, അനേകർക്ക് അനുഗ്രഹമാകാൻ, അവരെക്കുറിച്ചുള്ള ദൈവ പദ്ധതി പൂർത്തിയാകാൻ, അവർ ലക്ഷ്യത്തിലെത്താൻ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല സ്വഭാവം കൊടുക്കാൻ, നല്ല പെരുമാറ്റമുണ്ടാകാൻ, ദൈവത്തോട് നല്ലൊരു ബന്ധമുള്ളവരായി തീരാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ഈ വചനം ഈ ഞായറാഴ്ച ദിവസം പ്രത്യേകം കേൾക്കാം. ഇന്ന് ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ലാസർ എന്ന ആൾ രോഗബാധിതനായി മരിച്ചു. ലാസർ എന്ന വ്യക്തി. ലാസറിൻ്റെ സഹോദരിമാർ മർത്തായും മറിയവും ഈ ഒരു മരണത്തിൽ ഭയങ്കരമായി ദുഃഖിച്ചു, വിഷമിച്ചു, വേദനിച്ചു. അപ്പോൾ ഒരുപാട് ആളുകൾ ലാസറിനെ പ്രതി, ഈ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ അവിടെ വന്നായിരുന്നു. വായിക്കാം 18-ാമത്തെ വാക്യം. ബഥാനിയ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. അപ്പം ഒത്തിരി സങ്കടം അവർക്കുണ്ട്, ഒരുപാട് വിഷമമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം. അവരുടെ കൂടപ്പിറപ്പ്, അവരുടെ സഹോദരൻ രോഗബാധിതനായി മരിച്ചതിലുള്ള വലിയൊരു ദുഃഖവും വിഷമവും കരച്ചിലുമുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളും പല കാര്യത്തെ ഓർത്ത് വിഷമിക്കുന്നവരായിരിക്കും. സങ്കടം നിങ്ങൾക്ക് കാണും, വേദനയുണ്ടാകും. ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അറിയാതൊരു വിഷമം മനസ്സിലേക്ക് വരും. ചെറിയൊരു കാര്യം മതിയല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയ ടെൻഷനൊക്കെ ഉണ്ടാകാൻ. ചെറിയ കാര്യത്തിന് പോലും വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ടെൻഷൻ അനുഭവിക്കുന്നവരുമാണ് നമ്മൾ. ചെറിയ കാര്യത്തിന് പോലും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇവർ വലിയ വേദനയിലിരിക്കുവാണ്. ഞാൻ എന്തിനാണ് ഇത് വായിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനെ ഓർത്താണ് കരഞ്ഞത്? ഏത് കാര്യത്തെ ഓർത്താ വിഷമിച്ചത്? ഏത് കാര്യത്തെ ഓർത്താ ഒത്തിരി ഭാരപ്പെടുന്നത്? ആ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യാൻ യേശു വരും. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ യേശു വരും. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്തായിരിക്കും കരയുന്നത്. അവരുടെ ഫോൺ അഡിക്ഷൻ, സ്വഭാവം, പെരുമാറ്റം, പറഞ്ഞാൽ കേൾക്കുന്നില്ല, പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, ഒന്ന് പറഞ്ഞാൽ 10 എണ്ണം പറയുന്നു. ഈ പിള്ളേരിങ്ങനെ പോയാൽ എന്താകും? ഇവരുടെ സ്വഭാവം, ഇവരുടെ ജീവിതം, ഇവരുടെ ഭാവി, ഞാൻ എന്തു ചെയ്യും? എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ. മാതാപിതാക്കൾ പലരും നിസ്സഹായരായിരിക്കും. അവരെ ഓർത്തല്ലേ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്നതോ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ, പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ.
നിങ്ങളും പല കാര്യങ്ങൾ മക്കളെ ഓർത്തൊക്കെ വിഷമിക്കുന്നവരായിരിക്കാം. നിങ്ങൾ എന്തിനെ ഓർത്താണോ വിഷമിക്കുന്നത്, എന്തിനെ ഓർത്താണോ ഇരുന്ന് കരയുന്നത്, എന്തിനെ ഓർത്താണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിനകത്തൊരു പരിഹാരം വരും. അന്ന് പ്രാർത്ഥനയോടെ അത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ഇവർ സങ്കടപ്പെട്ടു. ഈ 38 വാക്യം, 11 അധ്യായം 38 വാക്യം, യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കിൽ വന്നു. എന്തിനെ ഓർത്താണോ കരഞ്ഞത്, ആ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യാൻ യേശു അവിടെ വന്നു. നിങ്ങൾ എന്തിനെ ഓർത്താ വിഷമിക്കുന്നത്, എന്തിനെ ഓർത്താ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിനകത്ത് ഒരത്ഭുതം ചെയ്യാൻ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാൻ ഇടയാകാൻ പോവാണ്. നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതും അതാ എൻ്റെ അർത്ഥം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ യേശു വരും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ നടക്കും. അവരെന്തിനെ ഓർത്താ വിഷമിച്ചേ? ആ വിഷമിച്ച വിഷയത്തിൻ്റെ അടുത്ത് യേശു വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, കല്ല് എടുത്തു മാറ്റുവിൻ. ഇവിടെ ഒരു അത്ഭുതം നടക്കുവാണ്. ലാസറേ, പുറത്തു വരിക. ആരോഗ്യത്തോടെ ഒരു കുഴപ്പവുമില്ലാതെ പുറത്തു വന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് പ്രസംഗിച്ചത്, പ്രാർത്ഥിച്ചത്, പറയുന്നത്, നമ്മൾ ദൈവസന്നദ്ധിയിൽ ചില കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എൻ്റെ വീട് ഇങ്ങനെ ആയല്ലോ, എൻ്റെ മക്കൾ ഇങ്ങനെയായല്ലോ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണല്ലോ, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണല്ലോ. നമ്മൾ ആ വിഷമിച്ച വിഷയത്തെ കേവലം ഒരു വിഷമമായി മാറ്റുമല്ല, ആ വിഷമത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുവാണിപ്പോൾ. നമ്മുടെ വിഷമത്തെ, സങ്കടത്തെ, നമ്മുടെ പ്രതിസന്ധിയെ, ഭാരത്തെ ഒരു പ്രാർത്ഥന കൂടിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ എഴുതി വയ്ക്കാം, മനസ്സിൽ കുറിച്ചു വയ്ക്കാം. ആ വിഷയത്തിനകത്ത് ഒരത്ഭുതം ചെയ്യാൻ യേശു വരും. യേശു വരും. അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ തടസ്സമായതിനെ യേശു തന്നെ എടുത്തു മാറ്റാൻ പറയും. അവിടെ ഒരു കല്ല് വച്ചിരുന്നു, ആ കല്ലിനെ മാറ്റാൻ പറഞ്ഞില്ലേ? എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാൻ തടസ്സമായിരിക്കുന്ന കല്ല്, എന്തുമാകട്ടെ, യേശു അതിനെ മാറ്റാൻ പറയും. യേശു അവിടെ ഒരു അത്ഭുതത്തെ കൊണ്ടുവരും. ഒരിക്കലും നടക്കുകയില്ല, ഇനി ഒരു തിരിച്ചുവരവില്ല, ഇനി ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ദൈവത്തിൻ്റെ അത്ഭുതം ആ വിഷയത്തിൽ, ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ, ആ കടബാധ്യതയിൽ, ആ രോഗത്തിൽ, ആ അസ്വസ്ഥതയിൽ, ആ ഇടപാടിൽ ദൈവം ചെയ്യും. പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, എല്ലാ പേരുകളെയും, ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും, കുടുംബങ്ങളെയും, വചനം കേൾക്കുന്നവരെയും ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിക്കുവാണ്. ഞങ്ങൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, അങ്ങയുടെ വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ എല്ലാ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ, നിങ്ങളുടെ ജീവിത യാത്രകളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും
ആരോഗ്യവും നൽകണമേ, സന്തോഷവും സമാധാനവും നൽകണമേ, നിലനിൽക്കുന്ന ഐശ്വര്യം നൽകണമേ, ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കാനിടയാകണമേ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളെ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമല്ലാവർക്കും ഞായറാഴ്ചയാണേലും ഷെയർ ചെയ്യണം, അയച്ചു കൊടുക്കണം. ചിലപ്പോൾ ഇതൊക്കെ ഒത്തിരി പേർക്ക് പ്രയോജനമായിട്ട് മാറും. നാളെ തിങ്കളാഴ്ചയാണ്. ഒരുമിച്ച് വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. ആമേൻ.